إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله يا عباد الله ഐഹിക ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സമൃദ്ധിയും ധന്യതയും ആഗ്രഹിക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് നാമൊക്കെ. സമ്പത്തിലും ആരോഗ്യത്തിലും ഉപജീവനത്തിലും നമ്മുടെ ആയുസ്സിലുമൊക്കെയും സമൃദ്ധിയും ധന്യതയും ലഭിക്കണമെന്ന് നമ്മൾ ഓരോരുത്തരും കൊതിക്കുന്നു. അതിനാണ് ബറക്കത്ത് എന്ന് പറയുക. നമ്മളൊക്കെ സാധാരണ പ്രയോഗിച്ചു വരുന്ന ഒരു പദം, മലയാളീകരിച്ച ഒരു അറബി പദം എന്ന് വേണമെങ്കിൽ പറയാം. പണ്ഡിതന്മാർ ബറക്കത്തിന് നിർവചിച്ചിട്ടുള്ളത് സുബൂത്തുൽ ഖൈരിൽ ഇലാഹി ഫിശ്ശൈ, ഏതൊരു കാര്യത്തിലും അള്ളാഹുവിൽ നിന്നുള്ള ഖൈർ അത് സ്ഥിരമായി ലഭിച്ചുകൊണ്ടിരിക്കുക. അന്നമാഉ വസ്സിയാദതു ഫിൽ ഖൈർ, അള്ളാഹു നൽകുന്ന ഖൈറുകളിൽ വർധനവ് ലഭിച്ചുകൊണ്ടിരിക്കുക. ഹിയ ജുന്ദുൻ ഖഫിയ്യുൻ മിൻ ജുനൂദില്ലാ യുർസിലുഹാ ലിമൻ യശാഉ മിൻ ഇബാദിഹി, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന തൻ്റെ അടിമകളിലേക്ക് നിയോഗിക്കുന്ന രഹസ്യ പട്ടാളമാണ് ബറക്കത്ത് എന്നുവരെ പണ്ഡിതന്മാർ നിർവചിച്ചത് കാണാം. സമ്പത്തിലാണ് ബറക്കത്ത് ഇറങ്ങുന്നതെങ്കിൽ അതിൽ വർധനവുണ്ടാകും. മക്കളിലാണ് അതിറങ്ങുന്നതെങ്കിൽ ആ മക്കളെ നന്മയുള്ളവരാക്കും. നമ്മുടെ ശരീരത്തിലേക്കാണ് അതിറങ്ങുന്നതെങ്കിൽ അതിനെ രോഗമുക്തമാക്കും. നമുക്ക് ലഭിക്കുന്ന സമയങ്ങളിലാണ് ബറക്കത്തിറങ്ങുന്നതെങ്കിൽ ആ സമയങ്ങളിൽ നന്മ വരുത്താൻ സാധിക്കും. മനുഷ്യഹൃദയങ്ങളിലേക്കാണ് അതിറങ്ങുന്നതെങ്കിൽ ആ ഹൃദയങ്ങളിൽ സമാധാനം നിറക്കും. ബറക്കത്ത് ചൊരിയാൻ ആർക്കാണ് സാധിക്കുക? അല്ലാഹുവല്ലാത്ത ഒരു ശക്തിക്കും ഒരു കേന്ദ്രം കൊണ്ടും മനുഷ്യർക്ക് ബറക്കത്ത് ചൊരിയാൻ സാധ്യമല്ല. സൂറത്തുൽ മുൽക്കിലെ 1-ാമത്തെ വചനം, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ആരുടെ കയ്യിലാണോ ആധിപത്യമുള്ളത് അവൻ അനുഗ്രഹപൂർണനായിരിക്കുന്നു, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ധിക്കാരം നിമിത്തം അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായ മനുഷ്യരെക്കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല
ബറക്കത്ത് എന്ന് പ്രയോഗിച്ചത് കാണാം. സൂറത്തുൽ അറാഫിലെ 96-ാമത്തെ വചനം, വലൗ അന്ന അഹ്ലൽ ഖുറ ആമനു വത്തഖൗ ലഫതഹ്ന അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. ആ ശിക്ഷയ്ക്ക് വിധേയരായി നശിച്ചവർ ശരിയായ വിശ്വാസവും അതിലൂന്നിയ തഖ്വയും അനുസരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ ലഫതഹ്ന അലൈഹിം, അവരുടെ മേൽ നാം തുറന്നുവിടുമായിരുന്നു, ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശത്തിലൂടെയും ഭൂമിയിലൂടെയും വിവിധങ്ങളായ അനുഗ്രഹങ്ങളുടെ കവാടങ്ങൾ അവർക്ക് തുറന്നു വിട്ടുകൊടുക്കുമായിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ബറക്കത്ത് ചൊരിഞ്ഞ് കനിയാൻ നമ്മുടെ റബ്ബിന് മാത്രമേ സാധിക്കൂ. അതുകൊണ്ടാണല്ലോ നാം നിർവഹിക്കുന്ന പ്രാർത്ഥനകൾ ശ്രദ്ധിച്ചാൽ അത് ബോധ്യമാകും. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് കമാ ബാറകത അലാ ഇബ്രാഹീമ വ അലാ ആലി ഇബ്രാഹീം. അല്ലാഹുവേ, ഇബ്രാഹിം അലൈഹിസ്സലാമിനും കുടുംബത്തിനും നീ ബറക്കത്ത് ചൊരിഞ്ഞ പോലെ മുഹമ്മദ് നബിക്കും കുടുംബത്തിനും ആ ബറക്കത്ത് ചൊരിയണേ എന്നാണ് ഫർളും സുന്നത്തുമായ നമസ്കാരങ്ങളിലടക്കം വെള്ളിയാഴ്ചകളിൽ പ്രത്യേകിച്ചും സ്വലാത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടും നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും നമുക്ക് ഒരൽപ്പം ഭക്ഷണം നൽകി ഒരു മുറുക്ക് വെള്ളം നൽകിയാൽ പോലും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഗ്ഫിർ ലഹും വർഹംഹും വബാരിക് ലഹും ഫീമാ റസഖ്തഹും. അല്ലാഹുവേ, എനിക്ക് ഈ വെള്ളവും അന്നവും നൽകിയവർക്ക് നീ പുറത്തു കൊടുക്കണം, കരുണ ചൊരിയണം, അവരുടെ ഉപജീവനത്തിൽ ബറക്കത്ത് ചൊരിയണേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാൻ കൽപ്പിച്ചു. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർക്ക് ബാറക്കല്ലാഹു അലൈക് വബാറക ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനക്കുമാ ഫീ ഖൈർ, കുടുംബജീവിതത്തിൽ ബറക്കത്ത് ചൊരിയാൻ വധൂവരന്മാരുടെ വിവാഹ സുദിനത്തിൽ തന്നെ പ്രാർത്ഥിക്കാൻ പ്രത്യേകം കൽപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയ്ക്ക് വേണ്ടിയും മദീനാവാസികൾക്ക് വേണ്ടിയും അവരുടെ ഭക്ഷണത്തിലെ അളവിലും ബറക്കത്ത് ലഭിക്കാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന കാണാം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ സമരിന വബാരിക് ലനാ ഫീ മദീനത്തിന വബാരിക് ലനാ ഫീ സ്വാഇന വമുദ്ദിന. അല്ലാഹുവേ, ഞങ്ങളുടെ കായ്ക്കനികളിലും ഈ മദീനയിലും ആ മദീനാവാസികളിലും അവരുടെ ഭക്ഷണങ്ങളിലുമൊക്കെ നീ അനുഗ്രഹം ചൊരിയണേ എന്നതാണ്. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഇന്ന ഇബ്രാഹീമ അബ്ദുക വ ഖലീലുക വ നബിയ്യുക. അല്ലാഹുവേ, ഇബ്രാഹിം അലൈഹിസ്സലാം നിന്റെ ഒരടിമയും നിന്റെ കൂട്ടുകാരനും നീ നിയോഗിച്ച നബിയുമാണല്ലോ. വ ഇന്നി അബ്ദുക വ നബിയ്യുക, ഈ മുഹമ്മദ് എന്ന ഞാൻ നിന്റെ അടിമയും നബിയുമാണ്. വ ഇന്നഹു ദഅ ലിമക്ക വ അന അദ്ഉക ലിൽ മദീന. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം മക്കയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്, ഞാൻ പ്രാർത്ഥിക്കുന്നത് മദീനയ്ക്ക് വേണ്ടിയാണ്. ഇന്ന് ആ ഇരു ഹറമകളിൽ നാം യാത്ര ചെയ്ത് ഇബാദത്തിനായി ഹജ്ജിനും ഉംറക്കുമായി ചെല്ലുമ്പോൾ ഇന്ന് ആ പ്രദേശങ്ങളിൽ നമുക്ക് വേണ്ടി ചെയ്ത സൗകര്യങ്ങൾ എത്രയാണ്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രാർത്ഥന നിമിത്തം, ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന നിമിത്തം നൽകിയ അനുഗ്രഹങ്ങളാണ്, ബറക്കത്തുകളാണ് നമ്മൾ ഇന്നും ആ ഇരു ഹറമകളിലും ആ രാജ്യങ്ങളിലും നമ്മൾ അനുഭവിക്കുന്നത് എന്ന് നാം ചിന്തിക്കണം. ഇത് പറയുമ്പോൾ ഇതൊക്കെ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഈ ഐഹിക ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും അള്ളാഹുവിൻ്റെ ബറക്കത്ത് ലഭിക്കാൻ നാം അധ്വാനിക്കേണ്ടതുണ്ട്. അതെങ്ങനെ ലഭിക്കുമെന്നതാണ്. അതിന് വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും എണ്ണി പറഞ്ഞ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനം അൽ ഈമാനു വത്തഖ്വ, ശരിയായ ഒരു വിശ്വാസിയായി മാറുക. രഹസ്യ പരസ്യ ജീവിതത്തിൽ
തൻ്റെ റബ്ബ് എന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധത്തോടെ തിന്മകളിൽ നിന്ന് അകന്ന് പരമാവധി ശ്രദ്ധയോടെ ജീവിക്കുക, അതാണ് തഖ്വ. റിസ്ഖുൽ ഹലാൽ, ഹലാലായ സമ്പാദ്യം മാത്രം, പലിശമുക്തമായ സമ്പാദ്യം. പലിശ ഒട്ടും ഞാൻ നേടുന്നില്ല. എൻ്റെ സമ്പത്തിലോ ഞാൻ സമ്പാദിച്ചു കൂട്ടിയതിലോ എൻ്റെ വരുമാനങ്ങളിലോ പലിശ ഒട്ടുമില്ല എന്ന ആ ഉറപ്പാക്കൽ സത്യവിശ്വാസിക്കുണ്ടാകണം. അതോടൊപ്പം സിലത്തുർ റഹിം, കുടുംബബന്ധം ചേർക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഅല്ലമു മിൻ അൻസാബിക്കും മാ തസിലൂന ബിഹി അർഹാമുക്കും. നിങ്ങൾ ചേർത്തു പിടിക്കേണ്ട കുടുംബങ്ങളെ നിങ്ങൾ പഠിക്കുക എന്നതാണ്. ആ പ്രയോഗത്തിന് ഇന്ന് പ്രസക്തിയുണ്ട്. ഇന്ന് വളർന്നു വരുന്ന നമ്മുടെ ചെറുപ്പക്കാർക്ക് അവർ ഇന്ന് ശാസ്ത്ര സാങ്കേതിക യുഗങ്ങളിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഏത് സമയത്തും അവർ ദൃശ്യവും അല്ലാത്തതുമായ മാധ്യമങ്ങൾക്ക് ചുറ്റുമാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ കുടുംബങ്ങളെ അറിയാതെ പോകുന്ന, ഏറ്റവും അടുത്ത ബന്ധുക്കൾ ആരാണെന്ന് പോലും അറിയാതെയാണ് യുവതലമുറ വളർന്നുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ള പറഞ്ഞത് പഠിക്കണം കുടുംബ ബന്ധങ്ങളെ എന്നാണ്. എന്നിട്ട് പറഞ്ഞു, ഫഇന്ന സിലത്തുർ റഹിം, തീർച്ചയായും കുടുംബബന്ധം ചേർക്കൽ മഹബ്ബത്തുൻ ഫിൽ അഹ്ൽ, അത് കുടുംബങ്ങളിൽ സ്നേഹമുണ്ടാക്കും. മസ്റാത്തുൻ ഫിൽ മാലി, തൻ്റെ സമ്പത്തിൽ വർധനവുണ്ടാക്കും. മൻസഅത്തുൻ ഫിൽ അഥർ, അത് ആയുസ്സിനെ വർദ്ധിപ്പിക്കുമെന്നാണ്. കുടുംബബന്ധം കൊണ്ട് ലഭിക്കുന്ന നേട്ടങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയത്. അതുപോലെ തന്നെയാണ് നമുക്ക് ലഭിച്ച വിലപ്പെട്ട ഖനിയാണ് ആയുസ്സും സമയവും എന്നത്. ആയുസ്സും സമയവും നമ്മെ കാത്തു നിൽക്കാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കലണ്ടർ മറിച്ച് മറ്റൊരു പുതിയ കലണ്ടർ തൂക്കുന്ന തിരക്കിലാണ് നമ്മളൊക്കെയും. നമ്മുടെ ആയുസ്സും സമയവും നമ്മെ കാത്തു നിൽക്കാതെ ഓടുകയാണ്. ഈ ലഭിക്കുന്ന ആയുസ്സിലും സമയത്തിലും നമുക്ക് ബറക്കത്ത് ലഭിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹ. അല്ലാഹുവേ, എൻ്റെ ഉമ്മത്തിന് അവർ അതിരാവിലെ ചെയ്യുന്ന ഏത് കാര്യങ്ങളിലും നീ ബറക്കത്ത് ചൊരിയണേ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ബഅസ സരിയതൻ ഔ ജൈഷൻ ബഅസഹും ഫീ അവ്വലിൻ നഹാർ, ഒരു സംഘത്തെ, അത് പ്രബോധനത്തിനാണെങ്കിലും ഒരു സൈന്യത്തെ ധർമ്മസമരത്തിന് വേണ്ടിയാണെങ്കിലും നിയോഗിക്കുകയാണെങ്കിൽ പകലിൻ്റെ തുടക്കത്തിൽ അതിരാവിലെ നിയോഗിക്കുമായിരുന്നു എന്നാണ്. സഹറുൽ ഗാമിദി എന്ന സ്വഹാബി, അദ്ദേഹം കച്ചവടക്കാരനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്തിന് അതിരാവിലെ ചെയ്യുന്ന കാര്യങ്ങളിൽ ബറക്കത്ത് ചൊരിയണ എന്ന് പ്രാർത്ഥിച്ചത് കേട്ട നിമിത്തം അദ്ദേഹം തൻ്റെ കച്ചവടക്കാരെ അതിരാവിലെ തന്നെ കച്ചവട ചരക്കുകളുമായി നിയോഗിക്കുമെന്നാണ്. അങ്ങനെ ഫഅസ്റ വകസുറ മാലുഹു, അദ്ദേഹത്തിൻ്റെ സമ്പത്തിൽ വർധനവുണ്ടാവുകയും അള്ളാഹു അദ്ദേഹത്തിൻ്റെ സമ്പത്തിൽ ധാരാളം ബറക്കത്ത് ചൊരിഞ്ഞു എന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ പ്രഭാത സമയം എന്നത്, പ്രഭാത സമയം ഏറ്റവും ചുരുങ്ങിയത് അസ്വലാത്തു ഖൈറും മിനൻ നൗം, അത് കേട്ടാ പിന്നെ ഒരു സത്യവിശ്വാസി ഉറങ്ങാൻ പാടില്ല. പിന്നെയും തളർന്ന് കിടക്കുകയാണോ, അതിൻ്റെ ദുരന്തം ഖബറുകളിൽ അനുഭവിക്കും. നമ്മളത് ഭയപ്പെടണം. ഏറ്റവും ചുരുങ്ങിയത് അസ്വലാത്തു ഖൈറും മിനൻ നൗം, അത് കേട്ടാൽ പിന്നെ ഉറങ്ങുകയില്ല ഞാനും എൻ്റെ കുടുംബവും എന്ന് തീരുമാനിക്കാൻ ഓരോ രക്ഷിതാവിനും സാധിക്കണം. ഇന്ന് പ്രഭാതം നഷ്ടപ്പെടുത്തുകയാണ് പലരും. ചിലർ ഉറങ്ങിയിട്ടാണ് നഷ്ടപ്പെടുത്തുന്നത്. ചിലർ ഇബാദത്തുകൾക്കും സൽക്കർമ്മങ്ങൾക്കും ചുരുങ്ങിയത് സൂര്യൻ ഉദിക്കുന്നത് വരെ നമ്മുടെ പ്രാർത്ഥനകളുടെ സമയമാണ്. ഖുർആൻ പാരായണത്തിൻ്റെ സമയമാണ്. സുബ്ഹി നമസ്കാരത്തിൻ്റെ സമയമാണ്. നമുക്കൊട്ടേറെ ദിക്റുകൾ ആ സമയത്ത് നിർവഹിക്കാനുണ്ട്. അതൊന്നും നിർവഹിക്കാതെ കേവലം ഒരു ആരോഗ്യം, വ്യായാമം എന്ന നിലക്ക് ചിന്തിച്ച് മുസ്ലിം ഉമ്മത്ത് പോലും വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തുന്നു. വ്യായാമത്തിൽ മുഴുകണം. ഈ പറയുന്ന ഞാൻ അതിനെതിരല്ല. പക്ഷേ സൂര്യൻ ഉദിച്ചതിന് ശേഷമാകണം അതൊക്കെ. പണ്ഡിതന്മാർ സൂര്യൻ ഉദിക്കുന്നത് വരെ കിടന്നുറങ്ങുന്നത്, സുബ്ഹി നമസ്കാരം കഴിഞ്ഞാൽ പോലും സൂര്യൻ ഉദിക്കുന്നത് വരെ കിടന്നുറങ്ങുന്നത് വെറുത്തിരുന്നു എന്ന് കാണാൻ കഴിയും. എന്താണ് കാരണം? ആ സമയത്തൊക്കെയും അള്ളാഹുവിൻ്റെ ബറകാത്തുകൾ ഈ പ്രപഞ്ചത്തിലേക്ക് ഇറങ്ങുന്ന സമയമാണ്. റസൂലുള്ള പ്രത്യേകം ഈ ഉമ്മത്തിന് വേണ്ടി
പ്രാർത്ഥിച്ചുണ്ടാക്കിയ സമയവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ കച്ചവടത്തിന് നിയോഗിച്ചാൽ സമ്പത്ത് വർദ്ധിക്കുക. ഏത് പ്രവർത്തനത്തിൽ ആ സമയത്ത് മുഴുകിയോ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചാൽ അള്ളാഹുവിൻ്റെ സഹായം കിട്ടുമെന്നതാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നമ്മുടെ ആയുസ്സും നമ്മുടെ സമയവും അത് തൊലക്കാനുള്ളതല്ല, അത് നഷ്ടപ്പെടുത്താനുള്ളതല്ല. നല്ല വഴിക്ക്, റബ്ബിൻ്റെ സഹായങ്ങൾ ലഭിക്കുന്ന വഴിക്ക്, തൃപ്തികരമായ വഴിക്ക് മാത്രം ചെലവഴിക്കണം. അതുകൊണ്ട് തന്നെ അള്ളാഹു നമുക്ക് സ്ഥിരമായി നൽകിക്കൊണ്ടിരിക്കുന്ന ബറക്കത്തുകൾ, അത് കുറേ ഉണ്ടെങ്കിൽ കുറേ ഉണ്ടാകുക എന്നതല്ല, ഉള്ളതിലുള്ള മനസ്സംതൃപ്തിയാണ്. കിടന്നുറങ്ങാൻ നേരത്ത് റസൂലുള്ള പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന കാണും. അൽഹംദുലില്ലാഹില്ലദീ അത്അമനാ വസഖാന. അള്ളാഹു ഞങ്ങൾക്ക് അന്നം നൽകിയ, വെള്ളം നൽകിയ അള്ളാഹുവിൻ്റെ സർവസ്തുതിയും. വകഫാന വ ആവാന, ഞങ്ങൾക്ക് മതിയായ താമസസ്ഥലം നൽകിയ, അഭയസ്ഥാനം നൽകിയ അള്ളാഹുവിൻ്റെ സർവസ്തുതിയും. പിന്നെ പറയുന്നതോ ഫക്കം മിമ്മല്ല കാഫിയ ലഹു വലാ മുഅ്വിയ. സമ്പത്തും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒന്ന് മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാനോ നല്ലൊരു ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ ഒന്നിനും കഴിയാത്ത എത്രയെത്ര ആളുകളുണ്ട്. അതുകൊണ്ട് എനിക്കിത് ലഭിച്ചല്ലോ, അതിന് സർവസ്തുതിയുമെന്നതാണ്. അതുകൊണ്ട് കുറേ ഉണ്ടാകലല്ല, ഉള്ളതിൽ അള്ളാഹു നമുക്ക് അനുഗ്രഹം ചൊരിയലും അത് സ്ഥിരമായി ലഭിക്കലുമാണ് ബറക്കത്ത്. ബറക്കത്ത് ചോരാത്ത ഒരു ജീവിതത്തിൻ്റെ ഉടമകളായി മാറാൻ, അങ്ങനെ റബ്ബിൻ്റെ തൃപ്തി നേടി ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അഖൂലു മാ തസ്മഊൻ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. ഒരിക്കൽ സ്വഹാബത്ത് റസൂലുള്ളയുടെ അടുത്ത് വന്ന് ഒരു പരാതി പറഞ്ഞു. യാ റസൂലല്ലാഹ് ഇന്നാ നഅ്കുലു വലാ നശ്ബഉ. റസൂലേ, ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷേ വയറ് നിറയാത്ത പോലെ അനുഭവപ്പെടുന്നു എന്ന്. റസൂലുള്ള പറഞ്ഞു, ഫലഅല്ലക്കും തഅ്കുലൂന മുതഫദ്ദിഖീൻ. നിങ്ങൾ ഒന്നിച്ചായിരിക്കില്ല ഭക്ഷണം കഴിക്കുന്നത്, വെവ്വേറെ വെവ്വേറെ ഇരുന്ന് നിങ്ങൾ ഭക്ഷണം കഴിച്ചത് കൊണ്ടാവാം അങ്ങനെ തോന്നുന്നത് എന്ന്. അപ്പോൾ അവർ പറഞ്ഞു, നഅം, ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത്, ഒന്നിച്ചല്ല, കൂടിയിരുന്നല്ല ഞങ്ങൾ ഭക്ഷണം കഴിക്കാറുള്ളത്. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഫജ്തമിഉ അലാ ത്വആമിക്കും. നിങ്ങൾ ഭക്ഷണത്തിന് സംഘടിക്കണം, ഒരുമിച്ച് കൂടണം. വദ്കുറുസ്മല്ലാഹി അലൈഹി. ഭക്ഷണം കഴിക്കുന്ന നേരം അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കണം, ബിസ്മില്ലാ എന്ന് പറയണം. യുബാറക് ലക്കും ഫീഹി, എന്നാൽ നിങ്ങൾക്ക് ആ ഭക്ഷണത്തിൽ ബറക്കത്ത് ചൊരിയപ്പെടും എന്നാണ്. ഏത് കാര്യങ്ങളിൽ ഒന്നിക്കുന്നുണ്ടോ അവിടെ ബറക്കത്തുണ്ടാകും. എവിടെ ഭിന്നത വരുന്നോ അവിടെ ബറക്കത്ത് ചോരുകയും ചെയ്യും. അത് നമ്മൾ ഭയപ്പെടണം. എന്നാൽ വിശുദ്ധ ഖുർആനിൽ തന്നെ ലൈസ അലൈക്കും ജുനാഹുൻ അൻ തഅ്കുലു ജമീഅൻ ഔ അഷ്താത, നിങ്ങൾ ഒരുമിച്ചോ വെവ്വേറെയോ ഭക്ഷണം കഴിക്കുന്നതിന് കുറ്റമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാൾ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിച്ചു എന്നതുകൊണ്ട് കുറ്റമില്ല. അതിൻ്റെ ഷറഹിൽ കാണാം, അത് ഒരാൾ ഒറ്റക്കാണെങ്കിൽ ഭക്ഷണം കഴിക്കണമല്ലോ, വേറെ ആരും കിട്ടണില്ല, അപ്പോൾ ഭക്ഷണം കഴിക്കണം, അതുകൊണ്ട് അതിന് കുറ്റമില്ല. പരമാവധി ആളുകൾ കൂടുതൽ, ഇപ്പോൾ ഒരു കുടുംബം, ഒരു വീട്ടുകാർ, അവർ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പരമാവധി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, അതിലാണ് ആ വീട്ടുകാർക്ക് ബറക്കത്തുള്ളത് എന്ന്. ഇതുപോലെ തന്നെയാണ് വീടുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ സലാം പറഞ്ഞേ പ്രവേശിക്കാവൂ. നമ്മുടെ വീടുകളിലേക്കാണെങ്കിലും നാം സന്ദർശിക്കുന്ന മറ്റ് ഏത് വീടുകളിലേക്കാണെങ്കിലും അത് വിശുദ്ധ ഖുർആനിൻ്റെ നസ്സാണ്. ഫഇദാ ദഖൽതും ബുയൂതൻ ഫസല്ലിമു അലാ അൻഫുസികും തഹിയ്യത്തൻ മിൻ ഇൻദില്ലാഹി മുബാറക്കത്തൻ ത്വയ്യിബ. നിങ്ങൾ വീടുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹീതമായ പാവനമായ ഉപചാരമെന്ന നിലക്ക് നിങ്ങൾ അന്യോന്യം സലാം പറയണമെന്നാണ്. അനസ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹ് പ്രത്യേകം ഉപദേശിച്ചത് കാണാം. ഇദാ ദഖൽത അലാ അഹ്ലിക്, നീ നിന്റെ കുടുംബത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ഫസല്ലിം, നീ അവരോട് സലാം പറയണം. യകുൻ ബറക്കത്തൻ അലൈക്, അത് നിനക്ക് അള്ളാഹുവിൻ്റെ ബറക്കത്തിന് നിമിത്തമാകും. വ അലാ അഹ്ലി ബൈത്തിക്, നിന്റെ കുടുംബത്തിന്, വീട്ടുകാർക്കും അള്ളാഹു അനുഗ്രഹം ചൊരിയാൻ അത് കാരണമാകുമെന്നാണ്. ഇന്നത്തെ കാലത്ത് കുടുംബങ്ങളിൽ കലഹങ്ങളും അകൽച്ചകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഇതുപോലുള്ള നിയമങ്ങൾക്ക്, വിധിവിലക്കുകൾക്ക്
വലിയ സ്വാധീനമുണ്ട്, മഹത്വമുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞ് പരമാവധി നമുക്ക് ലഭിച്ച സമയങ്ങളിൽ ഒരു യഥാർത്ഥ വിശ്വാസിയായി ഇസ്ലാമിൻ്റെ സംസ്കാരങ്ങളെല്ലാം മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു മുസ്ലിമായി തന്നെ ജീവിക്കാൻ പരിശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അഅ്തിഖ്നാ മിനൻ നാർ, اللهم احينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم بارك لنا فيما رزقتنا، اللهم بارك لنا فيما رزقتنا، اللهم بارك لنا فيما رزقتنا. اللهم اشف مرضانا وارحم موتانا، اللهم اشف مرضانا وارحم موتانا يا أرحم الراحمين. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.